ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കിരൺ രതീഷിനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും രതീഷ് എത്തി. അപ്പോൾ രതീഷിനോട് ചോദിക്കുകയാണ്, കിരൺ എന്തായി? സാറ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് അന്നത്തെ CCTV ദൃശ്യങ്ങളെല്ലാം അവർ എനിക്ക് കാണിച്ചു തന്നു. സരയുവിൻ്റെ അമ്മയോ മനോഹറോ അന്നത്തെ ദിവസം ആ കടയിലേക്ക് പോയിട്ടില്ല. അതായത് അങ്ങനൊരു സാരി അവിടെ നിന്നും അവർ വാങ്ങിയിട്ടില്ല എന്നർത്ഥം. അതെ. അപ്പോൾ കിരൺ പറയാണ്, എന്നോട് ആൻറ്റി പറഞ്ഞത് ആ സാരി ആ കടയിൽ നിന്നും വാങ്ങിച്ചെന്നാ. അത് കള്ളായിരിക്കും സാറേ. സേനൻ സാറ് വാങ്ങിച്ച സാരി തന്നെയാണ് അത്. ആ സാരി കൊടുക്കാൻ ചെന്നപ്പോഴായിരിക്കും പാവത്തിനെ തള്ളിയിട്ടത്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, കിരൺ പറയാം. അങ്ങനെ കിരൺ വണ്ടിയിൽ വന്നിരുന്ന് വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. അയലത്തെ വീട്ടിലെ കാര്യങ്ങൾ കൂടി അറിയാനാണ് CCTVൻ്റെ ഒരു ദൃശ്യം അങ്ങോട്ടേക്ക് വെച്ചത്. എന്നിട്ട് അത് ഇതുവരെ ചെക്ക് ചെയ്യാതിരുന്നത് വളരെ ബുദ്ധിമോശമായിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കിരൺ അത് ടെസ്റ്റ് ചെയ്യാണ്. കിരൺ അന്നത്തെ ദിവസത്തെ സംഭവം എടുത്തിട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, തെളിവുകൾ തേടി പിടിക്കേണ്ട കാര്യമില്ല, അവനെ ആദ്യം പിടിക്കണം, ആ മനോഹറിനെ. പിന്നെ കാണിക്കുന്നത് നമ്മളെ മനോഹറിനെയാണ്. അപ്പോൾ മനോഹറും നിഷയുമാണ്. അപ്പോൾ നിഷയോട് മനോഹർ ചോദിക്കുകയാണ്, ഇനി എവിടെയെങ്കിലും പോകാൻ വേണ്ടി താല്പര്യമുണ്ടോ? ഏട്ടനുമായിട്ട് എവിടെ പോകാനും ഞാൻ തയ്യാറാണ്. വീട്ടിലായാലും പുറത്തായാലും എനിക്ക് ഏട്ടനൊപ്പം ഇരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോഴാണ് മനോഹർ ചിന്തിക്കുന്നത്, അടുത്തുള്ള ഹോട്ടലിലൊന്നും പോകുന്നത് സേഫ് അല്ല, ദൂരെ എവിടെയെങ്കിലും പോകാം. എന്താ ആലോചിക്കുന്നത് റോഹൻ ഏട്ടാ? അല്ല, ഏത് ഹോട്ടലിലേക്ക് പോകണം എന്നാലോചിക്കുകയായിരുന്നു. കഴിവതും പരിചയമില്ലാത്ത ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നിഷ പറയാം. സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ക്യാബിനിലിരുന്ന് കഴിക്കാലോ, എൻ്റെ മോളുടെ മുഖവും കണ്ടുകൊണ്ട്. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഓണത്തിന് പോലും വെറുതെ ഒന്ന് കണി കാണിച്ചിട്ട് പോവായിരുന്നു, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എങ്കിലും മോൾക്ക് വേണ്ടതൊക്കെ ഞാൻ എത്തിച്ചു തന്നല്ലോ. എന്തെത്തിച്ചു തന്നാലും അതെൻ്റെ റോണിയേട്ടനടുത്തുള്ളതുപോലെ ആവുമോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് നേരവും ഭർത്താക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കണം. അത് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ മോളുവിൻ്റെ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ മോളു ഒറ്റപ്പെട്ടു പോയേനെ. അതേ, മോളുവിൻ്റെ കൂടെ ആരും സംസാരിക്കാനുണ്ടാവില്ല എന്ന് പറയായിരുന്നു. എനിക്ക് റോണിയേട്ടനുള്ളപ്പോൾ റോണിയേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടെ വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ കൊണ്ടുപോകാത്തത് എൻ്റെ കുട്ടിയാണോ? ബിസിനസ്സും തിരക്കും ഒക്കെ ആയിപ്പോയില്ല മോളെ. മോള് വാ. അപ്പോൾ അവിടെ കിരൺ എത്തിയിരുന്നു. കിരൺ കാറിൻ്റെ കണ്ണാടിയിൽ കൂടി അവർ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ കാണുകയാണ്. ആരെ കാണണമെന്ന് ആഗ്രഹിച്ചോ, അവൻ മുന്നിൽ വന്ന് നിൽക്കുക. ഒരുത്തിയെ കൂടി അവൻ അതിസമർത്ഥമായി ചതിക്കുക. അല്ല, അതവൾക്ക് അതിനുള്ള അർഹതയുണ്ട്. ഏത് ഹോട്ടലിലേക്ക് പോകണമെന്ന് ഡ്രൈവിങ്ങിനിടെ നമുക്ക് പ്ലാൻ ചെയ്യാം. റോണിയേട്ടൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ദൂരെയുള്ള ഹോട്ടലിലേ മതി. അത്രയും നേരം യാത്ര ചെയ്യാലോ. ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ യാത്രക്കൊരു സുഖം കൂടിയേനെ അല്ലേ? അപ്പം നിഷ പറയാണ്, ചാറ്റൽ മഴയല്ല, ശക്തമായ മഴയായാലും എനിക്ക് കുഴപ്പമില്ല. മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, എന്നാൽ പിന്നെ മഴ പെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ചിരിക്കുക അതും പറഞ്ഞിട്ട്. കിരൺ അവർ പോകുന്നത് നോക്കി നിന്നതിന് ശേഷം അവിടെ പിന്നാലെ പോവുകയാണ്. കുറച്ച് ദൂരം എത്തിയപ്പോൾ മനോഹർ പറയാണ്, നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? പിന്നെന്താ? മനോഹർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാണ് മനസ്സിൽ, ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. വാ. എന്നിട്ട് ഷോപ്പിൽ പോയിട്ട് പറയാണ്, ചേട്ടാ 2 ജ്യൂസേ. അപ്പോഴേക്കും പിന്നാലെ വന്ന കിരണും അവിടെ എത്തി. അപ്പോഴാണ് മനോഹറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കിരൺ വണ്ടി ഇറങ്ങി വരികയാണ്. അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അപ്പോൾ തന്നെ നിഷ ചോദിക്കുകയും ചെയ്ത്, അതാ കല്യാണിയുടെ ഹസ്ബൻഡല്ലേ? ഏത് കല്യാണിയുടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കല്യാണിയെക്കുറിച്ച്, ചേച്ചിയുടെ കൂട്ടുകാരിയായ കല്യാണിയെക്കുറിച്ച്. എന്നാൽ പിന്നെ നമുക്ക് ആ കാറിൽ കയറിയിരിക്കാം. അതെന്തിനാ അവനെ കാണുമ്പോൾ കാറിൽ കയറുന്നേ? എന്നിട്ട് കിരണും ഓർഡർ ചെയ്യാണ്, ചേട്ടാ ഒരു ജ്യൂസ്. നിഷയോട് കിരൺ ചോദിക്കുകയാണ്, അറിയോ എന്നെ? നിഷ, ഞാൻ കണ്ണുപൊട്ടിയൊന്നുമല്ല, ഒരാളെ ഒരിക്കൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. സാർ ജ്യൂസ്. അപ്പം തന്നെ മനോഹർ 2 ജ്യൂസ് വാങ്ങിച്ചിട്ട് പറയാണ് കിരണിനോട്, ഇതാ സാർ ജ്യൂസ് കുടിക്കേ. അപ്പം തന്നെ നിഷ പറയുന്നു, എന്തിനാ അയാൾ കൊടുക്കുന്നേ? വേണ്ടാ, നീ കുടി. താനെന്താ എൻ്റെ റോണിയേട്ടനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ? അപ്പോൾ റോണിയേട്ടൻ പറയാണ്, പോട്ടെ മോളെ. അതെ പോട്ടെ, അതിരിക്കട്ടെ.
എങ്ങനെ പോന്നു ദാമ്പത്യ ജീവിതമൊക്കെ? സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടോ? അപ്പോഴാണ് നിഷ പറയുന്നത്, നമ്മുടെ ദാമ്പത്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് നന്നായിട്ട് പോയാൽ മതി. അപ്പോൾ തന്നെ മനോഹർ പറയാണ്, വഴക്കൊന്നും വേണ്ട മോളൂ. വഴക്കൊന്നുമല്ല, പിന്നെ ചോദിക്കുന്നതിന് സമാധാനം പറയണ്ടേ സാർ ജ്യൂസ്. പിന്നെ നിഷ പറയാണ്, ദേ അവിടെ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾ ചെല്ലും ചെലവും കൊടുക്കുന്ന വ്യക്തി, ദയവ് ചെയ്ത് അവളെ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കരുത്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വത്ത് പോകുന്നുള്ള ഭയം ഉണ്ടല്ലേ? അങ്ങനെയുള്ള ഭയമൊന്നും എനിക്കില്ല. ഇനി അവൾക്ക് സ്വത്തൊന്നും കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ കിരൺ പറയാണ്, ഉള്ളതേ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കിക്കോണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇയാൾ ഉപദേശമായിട്ടൊന്നും വരണ്ട. വേണ്ട മോളൂ. അല്ല പിന്നെ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ ഇയാളാരാ? ഓണിയേട്ടനെ എടാപ്പോടാന്ന് വിളിച്ചത് തന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഏട്ടനൊരു പാവമായിരുന്നത് കൊണ്ടാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കടാ എന്ന് പറഞ്ഞേനെ. അങ്ങനെ പറയാനുള്ള ധൈര്യം നിഷയുടെ ഹസ്ബൻഡിന് ചിലപ്പോൾ കാണില്ല എന്നായിരിക്കാം. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? ബിസിനസ്സാണോ? അതെ. അപ്പം പിന്നെയും കിരൺ ചോദിക്കുകയാണ്, എന്ത് ബിസിനസ്സാ? അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നേ? എൻ്റെ ഏട്ടന് പല ബിസിനസ്സും ഉണ്ട്. അത് ഇപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്നത് നാട്ടിലാണോ അതോ വിദേശത്താണോ? നിഷ ചോദിക്കുക, കൃഷിയോ? അപ്പോൾ തന്നെ മനോഹർ, ചേട്ടാ എത്രയായി? 80 രൂപ. ഇതാ ബാക്കി വെച്ചോ. വാ മോളൂ പോകാം. എന്ത് ചെയ്യാനാ റോണിയേട്ടാ, എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാന്ന് വെച്ചാൽ ഇതുപോലെ ഓരോരോ ശകുനം മുഴക്കികൾ കയറി വന്നോളൂ. ഇത്രക്കാരോടൊക്കെ ഇടയാൻ നിൽക്കുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ കാര്യം നോക്കിപ്പോയാൽ പോരെ? അങ്ങനെയല്ല ഓരോരോ ചോദ്യങ്ങളുമായിട്ട് അയാൾ വന്നത്. പോട്ടെ വിട്ടുകളാ. അപ്പോൾ തന്നെ കിരൺ പറയാണ്, അവനെ ഞാനങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. അപ്പോൾ കടക്കാരൻ, എന്താ സാർ? ഒന്നുമില്ല. 40 എടുത്തിട്ട് ബാക്കി തായേട്ടാ. എന്നിട്ട് പറയാം, അവനെപ്പോലെ ടിപ്പ് തരാൻ വളഞ്ഞ വഴിയിൽ കൂടിയല്ല ഞാൻ സമ്പാദിക്കുന്നത്, അതുകൊണ്ടാ. അപ്പോൾ അയാൾ പറയാം, സാരമില്ല. അപ്പോൾ നേരത്തെ CCTV രംഗം കാണാൻ വേണ്ടി ഫോൺ ഓൺ ആക്കിയിരുന്നല്ലോ. അപ്പോൾ CCTV രംഗം കാണുകയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം താരയെ വണ്ടിയിൽ കയറ്റുന്നതൊക്കെ കാണുകയാണ്. അതായത് മനു വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണല്ലോ. അപ്പോൾ തന്നെ മനോഹറിനെ വിളിക്കുകയാണ്. മനോഹർ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കിരണാണ് വിളിക്കുന്നത്. പറയടാന്നോ? അല്ല, ബിസിനസ്സിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചതെങ്കിൽ. അതെ, അത് പറയാൻ തന്നെയാടാ വിളിച്ചത്. നീ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ട് പെട്ടെന്ന് ഇപ്പം തന്നെ എൻ്റെ അടുത്തേക്ക് വരണം. നിന്നെ എനിക്കൊന്ന് കാണണം. ഇപ്പം തന്നെ കാണണോ? എടാ വേണോന്ന്. നിന്നോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോരെ? ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. നീ വന്നില്ലെങ്കിൽ എൻ്റെ കാർ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. എൻ്റെ കാറ് പാഞ്ഞ് നിൻ്റെ കാറിൻ്റെ മുന്നിലെത്തും. പിന്നെ വലിച്ചിറക്കിയായിരിക്കും അവളുടെ മുന്നിൽ വെച്ച് ക്രോസ് വിസ്താരം ചെയ്യുന്നത്. കൊറിയനക്കാരിയാണോ? അവിടുന്ന് 1-2 പേര് വന്നിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കിരൺ പറയാണ്, കുഴപ്പമില്ലെങ്കിൽ വാടാ പുല്ലേ. മോളൂനെ ഞാൻ ഒരു ഓട്ടോ കയറ്റി വിട്ടാൽ മതിയോ? എന്ത് പറ്റി? 15 കോടിയുടെ ഒരു ഡീലാ, പെട്ടെന്ന് പോയേ പറ്റൂ. അതിൻ്റെ ഒരു ഇടനിലക്കാരനാണ് വിളിച്ചത്, ഒരു കിരൺ സക്കറിയ. പിന്നെ കൊറിയയിൽ നിന്നും കുറച്ച് ആൾക്കാരുണ്ട് അവിടെ ഹോട്ടലിൽ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോളൂനെ ഞാൻ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരാം. പക്ഷേ അപ്പോഴേക്കും അപ്പോൾ നിഷ പറയാണ്, വേണ്ട, 15 കോടിയുടെ കാര്യമല്ലേ, ഞാൻ കാരണം എന്തിനാ അത് കളയുന്നേ? എനിക്കിവിടെ നിന്നൊരു ഓട്ടോയിൽ കയറിയാൽ പെട്ടെന്ന് വീട്ടിലെത്താം. എനിക്ക് വിഷമമുണ്ട് മോളൂനെ ഇങ്ങനെ നിരാശയാക്കുന്നതിൽ. ഇതൊക്കെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, അതൊക്കെ ഞാൻ മനസ്സിലാക്കണമല്ലോ. ഇന്നെന്തായാലും കുറച്ച് സമയം നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും അത് പാതി വഴിയിൽ അത് അവസാനിച്ചല്ലോ മോളെ. അപ്പോഴേക്കും നിഷയുടെ ചോദ്യം അടുത്തത് വന്നു, നമ്മുടെ ജീവിതവും പാതി വഴിക്ക് അവസാനിക്കുമോ? അവൻ ചിരിച്ചിട്ട് പറയാണ്, നേരം പോക്കായിട്ട് പോലും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ നിഷ, സോറി. ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരും. എനിക്കറിയാം, ഞാനിനി അകന്നു പോയാലും റോണിയേട്ടൻ എന്നെ വിട്ടു പോവില്ല എന്ന്. ആ ഉറപ്പ് എന്തായാലും എനിക്കുണ്ട്. അവിടെ ചർച്ചയ്ക്കിരിക്കുമ്പോഴും നീയായിരിക്കും എൻ്റെ മനസ്സിൽ. വൈകുന്നേരം വരില്ലേ? പരമാവധി വരാൻ ശ്രമിക്കാം. ഈവന്മാർക്കൊക്കെ വീടും കൂടും ഒക്കെ ഉണ്ടെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു ദിവസമാണ് വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫാമിലീസ് സെൻറ്റിമെൻറ്റ്സിനെ കുറിച്ച് ഇവന്മാർക്ക് ഒന്നും അറിയില്ല. അതാ പ്രശ്നം. അപ്പോൾ തന്നെ നിഷ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഒരു ഓട്ടോ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മനു വിളിക്കുകയാണ്. കുണ്ടും കുഴിയുള്ള വഴിയിൽ കൂടി ഒന്നും പോകണ്ട, നല്ല വഴിയിൽ കൂടി മാത്രം പോയാൽ മതി. ശരി സാർ.
ഒരു നോർമൽ സ്പീഡിൽ പോയാൽ മതി കേട്ടോ. ഓക്കെ സാർ. മോളെ സൂക്ഷിച്ചു പോണേ. ആ എന്നാൽ പോട്ടെ റോണിയേട്ടാ. ശരി മോളെ. ചേട്ടാ ശ്രദ്ധിക്കണേ, സൂക്ഷിച്ചു പോണേ. മനോഹർ കാറിൽ കയറി ഇരുന്നിട്ട് പറയാണ്, അതായത് അവനിനി എന്തിനാണാവോ വിളിച്ചത്. അപ്പം തന്നെ കിരണിനെ വിളിച്ച് പറയാണ്, ഞാൻ ഫ്രീ ആയി. ഇത്ര പെട്ടെന്നോ? അവളെ എവിടെ വിട്ടടാ? ഞാനൊരു ഓട്ടോയിൽ കയറ്റി വിട്ടു. നീ ഓട്ടോയിൽ കയറ്റാൻ മാത്രമല്ല ഫ്ലൈറ്റിൽ കയറ്റാനും മിടുക്കനാണല്ലോ. എന്നാൽ പിന്നെ തിരിച്ചു വിടറാ. സാർ എവിടെയുണ്ട്? തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ വെച്ച് നമുക്ക് കാണാം. ഫോണിൽ കൂടി പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഫോണിൽ കൂടി പറഞ്ഞാൽ പോരെ സാറേ? എടാ ഞാൻ നിന്നെ നേരിട്ട് കാട്ടടാ ഒന്ന് തനിച്ച്. ഇതിനിടക്ക് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തൊന്നും ഞാൻ പറഞ്ഞോ? വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനാടാ. ശരി, എന്നാൽ ഇതാ ഞാൻ എത്തി. കിരൺ സാറ് വെയിറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്ഥലത്ത് തന്നെ മനോഹറും വണ്ടിയും എത്തി. അവളെവിടെയടാ? ഓട്ടോയിൽ കയറ്റി വിട്ടു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പുതുമോടിയല്ലേ, അവൾക്കതൊരു വിഷമായി കാണുമല്ലോ. കുറച്ച്. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ എന്താണെന്നറിയാമോ? അത് നീ അതറിയാതെയാ അവൾ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയുന്നത്. അവൾ പക്വത എത്താത്തൊരു പെൺകുട്ടിയാ. പക്വത എത്താത്ത പെൺകുട്ടികളെയാണല്ലോ നീ വലയിലാക്കുന്നതും. എടാ സരയുവിന് എത്ര മാസമായടാ? പ്രസവം എടുക്കാറായി. ഇത് നിൻ്റെ എത്രാമത്തെ കുഞ്ഞാ? അത് എന്ന് പറഞ്ഞ് മനോഹർ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ താടി പിടിച്ചിട്ട് നീക്കിയിട്ട് കിരൺ പറയാണ്, നിനക്ക് തന്നെ ഓർമ്മ കാണത്തില്ല അല്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള കുട്ടികളെ നീ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാ സാറിനെ വിളിപ്പിച്ചത്? തിരുവോണത്തിൻ്റെ തലേന്ന്, അതായത് ഉത്രാട ദിവസം, സംസാരിക്കാൻ കഴിയാത്തൊരു സാധു സ്ത്രീ അവരുടെ മകളെ കാണാൻ വന്നിരുന്നു, ഓണക്കോടിയുമായിട്ട്. പിന്നെ അവരെ കാണുന്നത് സ്വബോധം നഷ്ടപ്പെട്ട് കടിയേറ്റ് വഴിയരികിൽ കിടക്കുന്നതായിട്ടാ. അവർക്കെന്താടാ സംഭവിച്ചത്? മനു വിൽക്കുകയാണ്. എനിക്ക് അറിയില്ല സാർ. പിന്നെ ആർക്കാടാ അറിയാവുന്നത്? ആർക്കറിയാവോ? സരയുവിൻ്റെ വളർത്തമ്മയ്ക്ക്, നിൻ്റെ ആൻറ്റിക്ക്. എന്താടാ മിണ്ടാത്തേ? എന്താടാ നീ ഒന്നും പറയാത്തേ? മനുവിനെ കിട്ടിയൊരടി. അത് പിന്നെ ഇതേപ്പറ്റിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ചില വിഷ്വൽസ് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ തന്നെ കിരൺ കാറിൽ നിന്നും ഫോൺ എടുത്ത് കൊണ്ടുവരികയാണ്. ഫോൺ നോക്കടാ. കാർ അവിടെ വരുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. എൻ്റെ വീട് സരയുവിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് നിൻ്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നെന്ന് കാണാൻ വേണ്ടിയാ. അവിടെ ആരൊക്കെ വരുന്നു എന്നറിയാൻ. നോക്കടാ അത്. ഫോൺ ഓണാക്കി നോക്കുന്ന സമയത്ത് മനു ഞെട്ടുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കാർ അവിടെ വന്നതും താരയെ വണ്ടിയിലേക്ക് കയറ്റുന്നതും ഒക്കെ കാണുകയാണ്. അത് കണ്ട് കിരണിനെ അവൻ ഞെട്ടലോടെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.